നിങ്ങൾക്ക് ദൃശ്യം 3യുടെ കഥ കേൾക്കണോ? ഒരു അടിപൊളി ത്രില്ലർ സ്റ്റോറി. ഈ ഒരു കഥ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ദൃശ്യം 2നെ അടിസ്ഥാനമാക്കി ഒരാൾ ഫേസ്ബുക്കിൽ ദൃശ്യം 3യുടെ കഥയെന്ന രീതിയിൽ എഴുതിയ ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു സൂപ്പർ കഥയാണിത്. അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങളുമായിട്ട് ഇവിടെ പങ്കുവെക്കാം. മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IG ഓഫീസ്, തോമസ് ബാസ്റ്റിൻ്റെ റൂം. ഒരു സിവിൽ പോലീസ് ഓഫീസർ കടന്നു വരുന്നു. CPO: സാർ, ആ വരുൺ കേസിലെ സസ്പെൻഷനിലായ സഹദേവൻ കാണാൻ വന്നിരിക്കുന്നു. IG: വരാൻ പറ. സഹദേവൻ റൂമിലേക്ക് വരുന്നു. വന്ന ഉടൻ സിവിൽ ഡ്രസ്സിൽ ഉയർന്ന ഉദ്യോഗസ്ഥന് നൽകുന്ന അഭിവാദ്യം നൽകുന്നു. IG മുന്നിലിരുന്ന കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരിക്ക്. സഹദേവൻ കസേരയിൽ ഇരുന്നു കൊണ്ട് ഗുഡ് മോർണിംഗ് സാർ. IG: മോർണിംഗ്. എന്താ കാര്യം? സഹദേവൻ: സാറേ, ആ വരുൺ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. IG: അതാണോ കാര്യം? സഹദേവ, താനിപ്പോഴും അതിൻ്റെ പിറകിലാണോ? തനിക്ക് കിട്ടിയതൊന്നും പോരേടോ? സഹദേവൻ: സാറേ, ഈ കേസിൽ എൻ്റെ ജീവിതം ആകെ തകർന്നു നിൽക്കുക. ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല. ആഗസ്റ്റ് 3-ാം തീയതി ഞാൻ ജോർജ് കുട്ടിയെ കണ്ടതാ സാറേ. IG: താനത് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവസാനം നാട്ടുകാരുടെ തല്ലും കിട്ടി, സസ്പെൻഷനിലുമായില്ലേ. തൻ്റെ കേസ് ഇപ്പോൾ എന്തായി? സഹദേവൻ: വകുപ്പുതല അന്വേഷണമല്ലേ സാറേ? ഒന്ന് ഒതുക്കി തീർക്കാൻ നോക്കുമ്പോഴേക്കും സാറിപ്പോൾ ചെയ്തതുപോലെ ആവേശം മൂത്ത് ഏതെങ്കിലും സാറുമാർ ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കും. വീണ്ടും എൻ്റെ കേസ് നീണ്ടുപോകും. ഞാനാകെ ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, ആ കൊച്ചിനെ തല്ലിയത്. ഒന്ന് പേടിപ്പിച്ചാൽ സത്യം പറയുമെന്ന് കരുതി ആവേശത്തിൽ തല്ലിപ്പോയതാണ്. ജോർജ് കുട്ടിയെ തല്ലിയത് IG ഗീതാ സാർ പറഞ്ഞിട്ടാ. IG: സഹദേവ, ഈ പ്രാവശ്യം അവനെ നമ്മൾ പൂട്ടിയേനെ. തെളിവുണ്ടായിരുന്നു. പക്ഷെ അവൻ വീണ്ടും ഊരിപ്പോയി. സഹദേവൻ: സാറേ, നമുക്കിത് വീണ്ടും അന്വേഷിക്കണം. അവനെ പൊക്കണം സാറേ. IG: ഫോഴ്സിന് ഈ കേസ് ഇപ്പോൾ തൊടാൻ പോലും പേടിയാണ്. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും നമ്മളെ അത്രയ്ക്ക് നാറ്റിച്ച കേസാണിത്. സഹദേവൻ: ഈ കേസ് അന്വേഷിച്ച മറ്റാർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല സാറേ. എൻ്റെ ജോലിയാണ് പോയത്. സസ്പെൻഷൻ കാലത്തെ പകുതി ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാനാണ് സാറേ? ഇവിടെ മുഴുവൻ ശമ്പളവും കൈക്കൂലിയും വാങ്ങിയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. തല കുനിച്ച് പതുക്കെയാണ് കൈക്കൂലിയുടെ കാര്യം പറഞ്ഞത്. സാറേ, ഈ പ്രാവശ്യം ജോർജ് കുട്ടിയുടെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ തോന്നി. അത് സാറൊന്ന് കേൾക്കണം. IG: സഹദേവ, എനിക്കിവിടെ വേറെ ഒരുപാട് പണിയുണ്ട്. ഇനി ഇതെടുത്ത് തലയിൽ വെക്കാൻ വയ്യ. സഹദേവൻ: അതല്ല സാറേ, ജോർജ് കുട്ടി കേരള പോലീസിനെ ആകെ നാണം കെടുത്തിയതാ. അവൻ്റെ കുടുംബം തന്നെയാണ് ഇത് ചെയ്തത്. IG: സഹദേവ, നമ്മുടെ കയ്യിൽ 3 മൊഴികളാണുള്ളത്. ഒന്ന് ആ കൊച്ചിൻ്റെ, അതായത് ജോർജ് കുട്ടിയുടെ ഇളയ മകളുടെ. പിന്നെ തൻ്റെത്. മൂന്നാമത്തേത് ആ പ്രതി ജോസിൻ്റെ. 3ഉം കോടതിയിൽ നിലനിൽക്കില്ല. അല്ലെങ്കിൽ ആ പയ്യൻ്റെ ബോഡി കിട്ടണം. ആ എഴുത്തുകാരൻ വിനയചന്ദ്രൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ജോർജ് കുട്ടി അത് മറ്റെവിടെയോ വെച്ച് നശിപ്പിച്ചിട്ടുണ്ടാവും. സഹദേവൻ: അവിടെയാണ് സാറേ നമുക്ക് പിന്നെയും തെറ്റിയത്. ജോർജ് കുട്ടി വിനയചന്ദ്രനോട് പറഞ്ഞ സിനിമാ കഥ അയാൾ സാറിനോട് പറഞ്ഞപ്പോൾ സാറും മറ്റുള്ളവരും അതാണ് ശരിയെന്ന് വിശ്വസിച്ചു. സാറേ, വിനയചന്ദ്രൻ പറഞ്ഞതുപോലെ ജോർജ് കുട്ടിക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനുമായി ബന്ധമുണ്ടോ എന്നറിയാൻ അയാളുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചാൽ പോരെ? അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്നും അസ്ഥികൂടം കിട്ടിയതിൻ്റെ അന്നും പിറ്റേന്നുമുള്ള ജോർജ് കുട്ടിയുടെ ടവർ ലൊക്കേഷൻ നോക്കിയാൽ പോരെ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ശക്തമായ ഒരു തെളിവില്ലേ സാർ? നമുക്ക് അവിടെ നിന്ന് തുടങ്ങിക്കൂടെ? IG: താൻ എന്താ ഉദ്ദേശിക്കുന്നത്? സഹദേവൻ: സാറേ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു അസ്ഥികൂടമില്ലേ? ഫോറൻസിക് പരിശോധനയിൽ അതൊരു പുരുഷൻ്റേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രായം 14-നും 20-നും ഇടയിലാണ്. മരണകാരണം തലക്കേറ്റ അടിയാണ്. ഈ അസ്ഥികൂടത്തിന് 6 വർഷത്തെ കാലപ്പഴക്കമുണ്ട്. ഇതിൻ്റെ DNA ഗീത സാറുമായി മാച്ചാകുന്നുമില്ല. ഇനിയാണ് സാർ നമ്മൾ തുടങ്ങേണ്ടത്. 6 വർഷം മുമ്പ്, അതായത് 2013 ആഗസ്റ്റ് മുതൽ 2014 ആഗസ്റ്റ് വരെ കേരളത്തിൽ തലക്കടിയേറ്റ് മരിച്ച 14-നും 20-നും ഇടയിലുള്ള പുരുഷന്മാരുടെ ലിസ്റ്റ് എടുക്കണം സാറേ. അത് വളരെ കുറവായിരിക്കും. ഇടുക്കിയിലേത് പ്രത്യേകം പരിഗണിക്കണം. അങ്ങനെ മരണപ്പെട്ടവരുടെ ബന്ധുക്കളുടെ DNA-യുമായി നമ്മുടെ കയ്യിലുള്ള DNA ക്രോസ് മാച്ച് ചെയ്ത് നോക്കണം. ഉറപ്പായും ഏതെങ്കിലും ഒന്ന് മാച്ചാവും. അങ്ങനെയായാൽ ആ ബോഡി അടക്കം ചെയ്ത സെമിത്തേരി സൂക്ഷിപ്പുകാരനെ പൊക്കണം. അവനും ജോർജ് കുട്ടിയുമായി ബന്ധമുണ്ടെങ്കിൽ അവനാണ് സാറേ നമ്മുടെ ഒരു സാക്ഷി. IG: ബന്ധമില്ലെങ്കിലോ? സഹദേവൻ: ബന്ധമില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം സാറേ. ജോർജ് കുട്ടി രാജാക്കാട് സ്റ്റേഷനിൽ കുഴിച്ചിട്ടത് വരുണിൻ്റെ ബോഡിയല്ല. IG: താൻ എന്താടോ ഈ പറയുന്നത്? സഹദേവൻ: ഫേസ്ബുക്കിൽ റിവ്യൂ എഴുതുന്ന പിള്ളേരുടെ ബുദ്ധിയല്ല സാറേ ജോർജ് കുട്ടിക്കുള്ളത്. അയാൾ ഒരു റിസ്ക്കും എടുക്കില്ല. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി അന്ന് അവിടെ ഇല്ലെങ്കിൽ തകർന്നു പോകാവുന്ന പ്ലാനുമായി അയാൾ വർഷങ്ങൾ കാത്തിരിക്കുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? IG: അതില്ല, പിന്നെങ്ങനെ? സഹദേവൻ: സാറേ, ഫിലിപ്പ് സാർ പറഞ്ഞു സാർ ഒരു സമയത്തിൻ്റെ കണക്ക് പറഞ്ഞിരുന്നെന്ന്. IG: അതെ. സഹദേവൻ: സാറിൻ്റെ കണക്ക് പ്രകാരം ജോർജ് കുട്ടി തൻ്റെ വീട്ടിൽ നിന്നും 12 മണിക്ക് വരുണിൻ്റെ ബോഡി കുഴിച്ചെടുക്കുന്നു. 1 മണിക്ക് ബോഡിയുമായി പുറപ്പെട്ട് 2 മണിക്ക് പണി നടക്കുന്ന സ്റ്റേഷനിലെത്തി. 1.5 മണിക്കൂർ സമയമെടുത്ത് കുഴികുത്തി ബോഡി മറവ് ചെയ്യുന്നു. അപ്പോൾ സമയം 3:30. തിരികെ പുറപ്പെട്ട് 4:30-ന് വീട്ടിൽ തിരിച്ചെത്തുന്നു. ശരിയല്ലേ സാറേ?
IG അതെ കറക്റ്റാണ്. 3:30 ജോർജ് കുട്ടി കൈക്കോട്ടുമായി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മുടെ വിറ്റ്നസ് ജോസ് കാണുന്നത്. സഹദേവൻ അതെ സാർ, പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. 4 മണിക്ക് ജോർജ് കുട്ടി ജീപ്പിൽ അയാളുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് അയൽക്കാരൻ രമേശ് കണ്ടുവെന്നൊരു മൊഴി കൂടിയുണ്ട്. അപ്പോൾ ബോഡി മറവ് ചെയ്തതിനു ശേഷം തിരികെ വീട്ടിലെത്താൻ അയാൾ അരമണിക്കൂർ മാത്രമാണ് എടുത്തത്. അങ്ങനെയെങ്കിൽ അങ്ങോട്ട് പോകാനും അയാൾ ആ സമയമേ എടുത്തിട്ടുണ്ടാകൂ. അപ്പോൾ അയാളുടെ ആകെ യാത്രാസമയം 1 മണിക്കൂറാണ്. IG ഓക്കെ. സഹദേവൻ സാറിൻ്റെ നിഗമനം പോലെ ജോർജ് കുട്ടി 12 മണിക്ക് ആയിരിക്കില്ല വരുണിൻ്റെ ബോഡി കുഴിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. കാരണം അന്ന് അവിടെ ക്ലബിലെ നാടകം തീരാൻ 12 മണിയാകും. അത് കാണാൻ പോയി തിരികെ വരുന്നവർ പറമ്പിൽ കുഴിയെടുക്കുന്നത് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾ 12 മണിക്ക് മുൻപേ ബോഡി കുഴിച്ചെടുത്ത് ജീപ്പിൽ കയറ്റി 12:30 വരെ കാത്തിരിക്കുന്നു. 12:30 വരെ കാത്തിരുന്നു എന്ന നിഗമനത്തിൽ ഞാൻ എത്താൻ കാരണം 12 മണിക്ക് നാടകം കഴിഞ്ഞാലും അരമണിക്കൂറെങ്കിലും എടുക്കും ആളുകൾ നടന്ന് വീടുകളിലെത്താൻ. അങ്ങനെയാണെങ്കിൽ 12:30 ബോഡിയുമായി പുറപ്പെട്ട ജോർജ് കുട്ടി അരമണിക്കൂർ യാത്ര ചെയ്ത് 1 മണിക്ക് സ്റ്റേഷനിലെത്തുന്നു. 1.5 മണിക്കൂർ കൊണ്ട് കുഴിയെടുത്ത് ബോഡി മറവ് ചെയ്യുന്നു. അപ്പോൾ സമയം 2:30. അരമണിക്കൂർ തിരികെ യാത്ര ചെയ്ത് ജോർജ് കുട്ടി 3 മണിക്ക് വീട്ടിലെത്താം. IG അങ്ങനെയാണെങ്കിൽ ജോസ് 3:30 ജോർജ് കുട്ടിയെ സ്റ്റേഷനിൽ കാണില്ലല്ലോ. സഹദേവൻ അവിടെയാണ് സാർ നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടത്. ഈ യാത്രക്കിടയിൽ എവിടെയാണ് ജോർജ് കുട്ടി 1 മണിക്കൂർ ചിലവഴിച്ചിട്ടുണ്ടാവുക? യാത്രയിലെ സമയം ലാഭിക്കാൻ അയാൾ ഏത് വഴിയായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുക? IG യാത്രയിലെ സമയം ലാഭിക്കാൻ ഉറപ്പായും അയാൾ വീടിനടുത്തുകൂടി കേബിൾ TV ഓഫീസിലെത്താവുന്ന കുറുക്കുവഴിയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതാവുമ്പോൾ 8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. 8 കിലോമീറ്റർ സഞ്ചരിക്കാൻ അരമണിക്കൂർ ധാരാളമാണ്. ആ സമയത്ത് ആ റോഡ് മോശമായിരുന്നെങ്കിലും ജോർജ് കുട്ടിയുടെ വണ്ടി ജീപ്പാണ്. വഴിയൊരു പ്രശ്നമല്ല. സഹദേവൻ അത് കറക്റ്റാണ് സാർ. എന്നാലും എവിടെയായിരിക്കും സാർ അയാൾ ആ രാത്രിയിൽ ഡെഡ് ബോഡിയുമായി സമയം ചെലവഴിച്ചിരിക്കുക? സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? IG എനിക്ക് മനസ്സിലാവുന്നില്ലടോ. സഹദേവൻ ഞാൻ പറയട്ടെ. അയാൾ തൻ്റെ വീടിനടുത്തുള്ള സെൻറ് തോമസ് പള്ളി സെമിത്തേരിയിലെ ഒരു ശവക്കുഴി തോണ്ടുകയായിരുന്നു. IG ആരുടെ എന്തിന്? സഹദേവൻ നമുക്ക് മൊഴി തന്ന ജോസിൻ്റെ അളിയൻ്റെ ശവക്കുഴി വരുണിനെ കുഴിച്ചിടാൻ. IG ഡാമിറ്റ്. സഹദേവൻ അതെ സാർ. സെൻറ് തോമസ് പള്ളി സെമിത്തേരിയിൽ ജോസിൻ്റെ അളിയൻ്റെ ശവക്കുഴിക്കുള്ളിൽ വരുണ് കിടപ്പുണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും കുഴിച്ചെടുത്തത് ജോസിൻ്റെ അളിയൻ്റെ ബോഡിയാണ്. IG സഹദേവ അതെങ്ങനെ സംഭവിക്കും? ജോസിൻ്റെ അളിയൻ കൊല്ലപ്പെടുന്നത് ആഗസ്റ്റ് 4 രാത്രി 12 മണിക്കല്ലേ? അന്ന് പുലർച്ചെ 3:30 സാക്ഷി ജോർജ് കുട്ടിയെ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുന്നത്. സഹദേവൻ അല്ല സാർ, ജോസിൻ്റെ കേസ് ഡീറ്റെയിൽസ് പരിശോധിക്കുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലായത് കൊലപാതകം നടക്കുന്നത് 3-ാം തീയതിയാണ്. ഒരു ദിവസം ഒളിവിലായിരുന്ന പ്രതിയെ പിറ്റേന്ന് അതായത് 4-ാം തീയതി രാവിലെ 4 മണിക്കാണ് അറസ്റ്റ് ചെയ്യുന്നത്. IG എങ്കിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഈ ഡേറ്റിൻ്റെ കാര്യം ജോസ് കള്ളം പറയുമോ? സഹദേവൻ എന്നിട്ട് നിങ്ങളവനെ പിടിച്ചോ? ഇല്ലല്ലോ. സാറൊന്ന് ചിന്തിച്ചു നോക്കിയേ. ജയിലിൽ നിന്ന് വന്ന ജോസിന് പണത്തിൻ്റെ ആവശ്യമുണ്ട്. അവൻ നമ്മുടെ അടുത്ത് വന്നത് എന്തിനു വേണ്ടിയാണ്? സത്യം പറയാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, പണത്തിന് വേണ്ടിയാണ്. 5 ലക്ഷം ചോദിച്ച അവന് അത് കിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവൻ എന്താ പറഞ്ഞത്? ജോർജ് കുട്ടിയുടെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ കിട്ടുമായിരുന്നെന്ന്. അങ്ങനെയെങ്കിൽ അവൻ ആദ്യം ജോർജ് കുട്ടിയുടെ അടുത്തായിരിക്കില്ലേ പോയിട്ടുണ്ടാകുക? ഉറപ്പായിട്ടും പോയിട്ടുണ്ടാകും സാർ. കാരണം പണത്തിന് വേണ്ടി വഴക്കിട്ട് 19 വയസ്സുള്ള സ്വന്തം അളിയനെ കൊന്നവനാണ് അവൻ. അത് മാത്രമല്ല 5 ലക്ഷം രൂപ അവൻ ചോദിച്ചപ്പോൾ ഫിലിപ്പ് സാറ് 10,000 രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. 6 വർഷം പോലീസുകാരുടെ കൂടെ ജീവിച്ചവനല്ലേ അവൻ. അവനറിയില്ലേ സാറേ നമ്മളെ? IG ഈ കാര്യം പറഞ്ഞ് ജോർജ് കുട്ടിയുടെ കയ്യിൽ നിന്നും പണം ചോദിച്ചാൽ അയാൾ ഉറപ്പായും കൊടുക്കുമല്ലോ. സഹദേവൻ കൊടുക്കും. IG പിന്നെന്തിനാണ് അവൻ വീണ്ടും അയാളെ ഒറ്റിയത്? സഹദേവൻ അവിടെയാണ് സാറേ ജോർജ് കുട്ടി വീണ്ടും ഡേറ്റ് കൊണ്ട് കളിച്ചത്. അയാൾ ജോസിനെ കൊണ്ട് സാറിൻ്റെ മുന്നിൽ സത്യം പറയിക്കുകയായിരുന്നു. സാറിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പറയുകയും അത് സത്യമാവുകയും ചെയ്തപ്പോൾ അവൻ പറഞ്ഞ ഡേറ്റ് നിങ്ങൾ അന്വേഷിച്ചില്ല. അതിൻ്റെ ആവശ്യം വന്നില്ല. അവനെ പൂർണ്ണമായും വിശ്വസിച്ചു. സ്റ്റേഷനിൽ നിന്നും ബോഡി കണ്ടെത്തുന്നത് വഴി ജോർജ് കുട്ടി നേടിയ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കേസ് വീണ്ടും കോടതിയിൽ വന്നപ്പോൾ കേരള പോലീസിൻ്റെ നെഞ്ചത്ത് വീണ്ടും ഒരു ആണി അടിക്കാൻ പറ്റി. അതുവഴി നിയമപരമായി അവൻ കൂടുതൽ സുരക്ഷിതനായി. 2, ജോർജ് കുട്ടി പറഞ്ഞിട്ടാണ് ജോസ് ഡേറ്റ് മാറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി ആരും വിശ്വസിക്കില്ല. IG സഹദേവ എന്താടോ ഇത്? സഹദേവൻ കൂടുതൽ പണം കിട്ടുമെന്ന ജോർജ് കുട്ടിയുടെ വാക്കും കേട്ട് നമ്മുടെ അടുത്തേക്ക് വന്ന ജോസിന് നഷ്ടമായത് ജോർജ് കുട്ടി എന്ന പൊന്മുട്ടയിടുന്ന താറാവിനെയാണ്. ജോസിനറിയില്ലല്ലോ സാർ, അവൻ കൊന്ന അവൻ്റെ അളിയൻ്റെ കുഴി അവനെ കൊണ്ട് വെട്ടിച്ചെന്ന്. IG എന്തൊരു ക്രിമിനൽ ബുദ്ധിയാടോ ഈ ജോർജ് കുട്ടിയുടെ? സഹദേവൻ ഏതൊരു ബുദ്ധിമാനായ കുറ്റവാളിക്കും ഒരു അബദ്ധം പറ്റും സാർ. ജോർജ് കുട്ടിയുടെ ആ കൈപ്പിഴയിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിയത്. IG എന്താണത്? സഹദേവൻ വരുണ് മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. അത് ആ കുടുംബത്തിന് മാത്രം അറിയുന്ന ഒന്നാണ്. അവിടെയാണ് ജോർജ് കുട്ടിക്ക് അബദ്ധം പറ്റിയത്. തലയ്ക്കടിയേറ്റ് മരിച്ച ഒരാളുടെ ബോഡി തന്നതിലൂടെ നമുക്ക് അവനിലേക്ക് എത്താനുള്ള വേഗത കൂടി. അതിനു പകരം തൂങ്ങി മരിച്ച ഒരാളുടെ ബോഡിയായിരുന്നെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിയേനെ. ചിലപ്പോൾ ആ രാത്രിയിൽ വരുണിൻ്റെ പ്രായത്തിലുള്ള മറ്റൊരു ബോഡി സെമിത്തേരിയിൽ നിന്നും കുഴിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ടാകാം അങ്ങനെ ചെയ്തത്.
ഐ ജി ശരിയാണ്. സഹദേവൻ, മറ്റൊരു കാര്യം കൂടിയുണ്ട് സാർ. ജോസ് അല്ലാതെ മറ്റാരെങ്കിലും ആ രാത്രിയിൽ ജോർജ് കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന അന്വേഷണം എന്തായി സാർ? ഐ ജി, ജോസ് വിറ്റ്നസ്സായി വന്നതുകൊണ്ട് പിന്നീട് കണ്ടിന്യൂ ചെയ്തില്ല. സഹദേവൻ, ഞാൻ ആ വഴിക്കൊരു അന്വേഷണം നടത്തിയിരുന്നു. ആഗസ്റ്റ് 4 രാവിലെ ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. സൈക്കിളിൽ പത്രമിടാൻ പോകുന്ന പത്രോസ് എന്ന് വിളിക്കുന്ന പുരുഷോത്തമൻ എന്നൊരാളെ ഒരു വണ്ടി ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയി. സമയം ഏകദേശം 3-നും 4-നും ഇടയിൽ, സെന്റ് തോമസ് പള്ളിക്ക് സമീപം. നാട്ടുകാരാണ് അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആ സമയം പോലീസുകാർ മുഴുവൻ ജോസിനെ അറസ്റ്റ് ചെയ്യാൻ അവൻ്റെ വീട്ടിലായതുകൊണ്ട് നേരം പുലർന്നതിനു ശേഷമാണ് ആക്സിഡന്റ് സ്പോട്ടിൽ പോലീസ് എത്തിയത്. അന്വേഷണം എങ്ങും എത്തിയില്ല. ഈ പത്രോസിന്റെ ഭാഗത്തു നിന്ന് വലിയ താല്പര്യവും ഉണ്ടായില്ല. ഐ ജി, അതും ഈ കേസും തമ്മിൽ എന്താ ബന്ധം? സഹദേവൻ, അല്ല സാർ, ഒരു സംശയം. ഇനി ജോർജ് കുട്ടിയുടെ ജീപ്പാകുമോ അയാളെ ഇടിച്ചത്? ഇപ്പോൾ അയാൾക്ക് ആ ജീപ്പില്ല സാറേ. ഇടുക്കി പോലൊരു മലയോര ഭൂപ്രദേശത്ത് ഇപ്പോഴും റബ്ബറും മറ്റ് കൃഷികളുമുള്ള അയാൾ ആ ജീപ്പ് വിൽക്കുമോ? ഐ ജി, ഇത് ജോർജ് കുട്ടിയാണ്, ഒന്നും പറയാൻ പറ്റില്ല. അവനൊരു ക്ലാസിക് ക്രിമിനലാണോ? ഫോഴ്സിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിയ കേസാണിത്. നമ്മൾ എത്ര കൂട്ടിയിട്ടും കൂടുന്നില്ലല്ലോ. സഹദേവൻ, എല്ലാ നാണക്കേടും മാറ്റാനുള്ള അവസാനത്തെ കളിയാണ് സാറേ ഇത്. കേരള പോലീസ് എന്ന സുമ്മാവാ. ഐ ജി, സഹദേവ, താൻ പറയുന്നതെല്ലാം തൻ്റെ തോന്നലുകളാണെങ്കിലോ? സഹദേവൻ, ഈ 2 ഘട്ടത്തിലും ജോർജ് കുട്ടി പറഞ്ഞ കള്ളക്കഥകൾ വിശ്വസിച്ച നിങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാനെങ്കിലും തയ്യാറാകണം. ഐ ജി, കോടതിയിൽ തോറ്റ് തലകുനിച്ചിറങ്ങി വന്നവനാ ഞാൻ. ഇനിയും തോൽക്കേണ്ടി വന്നാലോ? സഹദേവൻ, സാറേ, ജോർജ് കുട്ടിയുടെ പ്ലാൻ ബി ആണ് സാറിനോട് കഥയായി പറഞ്ഞത്. പ്ലാൻ എ അയാൾക്ക് ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നില്ല. ഐ ജി, സഹദേവ, ഈ കഥയെല്ലാം അവസാനം നമുക്ക് പരാജയമാണെങ്കിലോ സംഭവിക്കുന്നത്? സഹദേവൻ, എന്നാൽ ഞാൻ ഈ കഥയുടെ അവസാനം കൂടി പറയട്ടെ. ഇത്രയുമാണ് ദൃശ്യം 3യുടെ കഥയെന്ന രീതിയിൽ ഫേസ്ബുക്കിൽ വന്ന ആ ഒരു കുറിപ്പ്. നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയാകുമെന്ന് നിങ്ങൾക്ക് ഒരു ഭാവനയിൽ തോന്നുന്ന കഥ കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങളും കഥകളും അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.